ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പല്ല് തേക്കുന്ന കാണുമ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇനിയിപ്പോൾ ഞാൻ പല്ല് തേക്കുന്ന കാണിച്ചില്ല എന്ന് പറയേണ്ട, കാണിച്ചിട്ട് വലുത് കിട്ടാനൊന്നുമില്ല, എന്നാലും പല്ല് തേക്കാറുണ്ട് എന്നുള്ളത് അറിഞ്ഞോട്ടെ. അപ്പോൾ ഞാൻ പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റൊന്നും ചെടിക്ക് വെള്ളം ഒഴിക്കാനാണ് മെയിനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് 10 മണി 2 സൈസ് 10 മണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നട്ട് വെച്ചാണ് കേട്ടോ. ശരിക്കും നമുക്കിവിടെ മണ്ണ് പോലും എടുക്കാനൊരു സ്ഥലം ഇല്ലയെന്ന് ശരിക്കും പറയാം. എന്നിട്ട് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട് ചോദിച്ചിട്ടൊക്കെ മണ്ണ് വാങ്ങേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ മണ്ണെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെടി നടാനാണെങ്കിൽ നമുക്കിനിയിപ്പോൾ ഇവിടെ നട്ട ഇനിയിപ്പോൾ അവർ താഴത്തേക്ക് മണ്ണൊലിച്ച് അവരെ മുറ്റത്തേക്കാണല്ലോ വെള്ളം ഒഴിക്കുമ്പോൾ ഒക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അതാണ് എനിക്ക് നടാനൊക്കെ ഒരു പേടി കേട്ടോ. എനിക്ക് ചെടിയൊക്കെ നടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് നമുക്കൊന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അതിരാവിലെ എഴുന്നേറ്റിട്ടുള്ള, അല്ലെങ്കിൽ ഞാനിങ്ങനെ എഴുന്നേൽക്കാറൊന്നുമില്ല കേട്ടോ. അപ്പം അച്ചൂട്ടനും കണ്ണനും നല്ല ഉറക്കമാണ്. പിന്നെ ഞാൻ എണീറ്റ് ഒരുങ്ങി റെഡിയായൊക്കെ കഴിഞ്ഞിട്ടേ അവർ രണ്ടാളെയും വിളിച്ച് എണീപ്പിക്കുള്ളൂ. ഞാൻ അല്ലെങ്കിൽ മോൻ എണീറ്റാൽ പിന്നെ എനിക്ക് ഒന്നും റെഡിയാവാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ റെഡിയായി. എനിക്ക് ഷാളുള്ള ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഷാളുള്ള ഡ്രസ്സ് ഇടുമ്പം എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഇടണ്ടേ എന്നൊക്കെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ മുടി അഴിച്ചിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ പഴിച്ചിട്ട് പോകാൻ എന്തായാലും പറ്റില്ലല്ലോ, വണ്ടി പോകുന്നതുകൊണ്ട് ഞാൻ പിന്നിട്ട് തന്നെയാണ് എവിടെ പോകുമ്പോഴും പോകുന്നത്, അല്ലെങ്കിൽ ചുരുട്ടി കെട്ടി വെക്കും. അങ്ങനെ നമ്മളിത് അടുത്തുള്ളൊരു അമ്പലത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാസം മാസം ഇവിടെ നമ്മളൊരു പൂജ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അമ്പലത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അമ്പലത്തിൽ തൊഴുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് 2 ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ലോങ് വീഡിയോ ഒന്നും എടുത്താൽ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഷോർട്സ് എടുത്ത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മുടെ വിഷുവിൻ്റെ ഒക്കെ മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് ഇടാനൊന്നും എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തിടാനൊന്നും പറ്റിയില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേന്ന് ചോദിക്കുന്നവരോട്, ഇതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് കേട്ടോ. ഞാനും ഇങ്ങനെയൊക്കെ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം അതെനിക്ക് മാറിക്കിട്ടി, കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ യൂട്യൂബേഴ്സൊക്കെ അവർ സിസ്റ്റത്തിലൊക്കെ ഇരുന്നിട്ടാണല്ലോ എടുത്തത്. ശരിക്കും എനിക്ക് തോന്നുന്നു സിസ്റ്റത്തിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന കുറച്ചും കൂടെ എളുപ്പമായിരിക്കും തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ ഒരു ദേവീക്ഷേത്രത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഈ അച്ചൂട്ട ഓടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പേടിയൊന്നുമില്ല, ഓടി സ്ഥലം വിടും. അപ്പോൾ ഇവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ ഈ അമ്പലത്തിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് അവൻ പറയും കേട്ടോ, പോകണ്ട അമ്മ, പടക്കം പൊട്ടിക്കുന്ന അമ്പലത്തിൽ പോകണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫിൽ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന കാണിക്കാറേ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം എനിക്ക് വീഡിയോ എടുത്തിട്ട് നമുക്ക് ഈ ക്യാമറ ഇതിൻ്റെ മേലെ കൂടെ ഫോൺ വിളിക്കുമ്പോൾ ഞാനുണ്ടല്ലോ ഒരു വീഡിയോയിൽ ഉണ്ടാക്കുന്ന കാണിക്കാറില്ല കേട്ടോ. കാരണം അത് എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പം ഇന്ന് ഇതാ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തതന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ വീട്ടിലൊക്കെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ ലുലു പോകുന്ന അച്ഛൻ കുറേ ദിവസമായി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പം ഇന്ന് കാണുന്ന ലീവുള്ളതുകൊണ്ട് ലുലു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലുലുവിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എനിക്ക് ഈ ഒരു റോഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണാനാണെങ്കിലും ഒരു നല്ല രസമാണ്. പിന്നെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. വെയിലുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. 2 ദിവസമായിട്ട് കുറച്ച് മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വഴി എവിടെ പോവുകയാണെങ്കിലും നിർത്തി സ്നാക്സ് കഴിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. മലബാർ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ നേരെ ലുലുവിൽ പോയിട്ട് കിഡ്സ് സോണിലാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാരണം അവർക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ ഞങ്ങൾ എന്തായാലും കയറ്റുമായിരുന്നു. ഇല്ലായിരുന്നു നമുക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരത്തേക്ക് കിഡ്സ് സോൺ വീഡിയോസാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ ഇടാന്ന് വിചാരിച്ചത്, വേറെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇതിൻ്റെ കൂടെ ചെയ്യാം, അതുകൊണ്ടാണ് കേട്ടോ.
അച്ഛൻ്റെ വെള്ളം ഇതൊക്കെ അവൻ അടിക്കട്ടെ വിട്. ഇല്ല 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 ഉണ്ട്. വിടറി ആ തീ എടുത്തച്ചുട്ടാ. തീ എടുത്ത് ആ ലോറി അടി ആ ബലൂൺ അടിക്കുക. അപ്പോൾ ഇനിയുണ്ട്. അവൻ കളിക്കട്ടെ വിട്. ഗെയിം ഓവർ കഴിഞ്ഞു. അവിടെ വണ്ടിയിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ വരാൻ ഭയങ്കര വശമുണ്ട്. മക്കളുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഇതുവരെ നിന്ന അവസ്ഥ. പിന്നെ അത് ഞങ്ങൾ KFC കഴിക്കാൻ വന്നിട്ടൊന്നും അവൻ ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫോൺ വെച്ച് കൊടുത്തു. ഫോണൊന്നും വെച്ച് അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഫോൺ വെച്ച് കൊടുത്തു. അന്ന് കാല് പൊളിച്ചാൽ പിന്നെ മാളിലുള്ള ആൾക്കാർ മൊത്തം നോക്കും. പിന്നെ നമ്മൾ അങ്ങനെ വാശിയൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ചില സമയത്ത് ഭയങ്കര വാശിയുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ KFC കഴിച്ച് നേരെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് KFC ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോന് പറയുന്നുണ്ട് അവൻ്റെ വണ്ടി കാണിച്ചു കൊടുക്കണം. ഇത് ഈ ചാക്ക് മൊത്തം അവൻ്റെ വണ്ടികളാണ് കേട്ടോ. പിന്നെ അത് അവൻ്റെ വണ്ടി ഇവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അവൻ്റെ ചുറ്റും വെച്ച് എന്തോ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ചടി വന്നിട്ടില്ല. അപ്പോൾ അതെന്തായാലും ബ്ലറാക്കി വെക്കണം. അപ്പോൾ അത് വേണ്ട അമ്മു. അപ്പുറത്തും കുറേ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വണ്ടി തന്നെ വണ്ടി. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതും കൂടെ എടുത്തുന്നുള്ളൂ കേട്ടോ. ഇതിൽ നിങ്ങൾ ഈ വെള്ളവെള്ളയായി കാണുന്നുണ്ട്. എന്ത് ഭംഗി അറിയും പൂ കാണാൻ. പക്ഷെ പകൽ ഞാൻ നോക്കിയപ്പോൾ ഇത്ര ഭംഗിയൊന്നുമില്ല കേട്ടോ. രാത്രിയായപ്പോൾ എന്ത് രസം. പക്ഷെ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. പക്ഷെ അടിപൊളിയാണ്. അവിടെ ഒരു ലൈറ്റും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായാലേ. നോക്കട്ടെ ഇത്രയൊക്കെ സൂമാക്കിയാലും മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ കാണാൻ. നേരിട്ട് കാണുമ്പോൾ എന്ത് ഭംഗി അറിയോ. ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുണ്ട്. അപ്പം നല്ല രസമുണ്ട്. ഈ ഒരു പൂവിന് രാത്രി ആകുമ്പോൾ മാത്രം ഒരു വെള്ള കളറായി വരുന്നുണ്ട്. അത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും എല്ലാ പൂവും വെള്ള കളറാവും കേട്ടോ. നല്ല സ്മെല്ലും ആണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പകൽ നോക്കുമ്പോൾ ഞാനത് മഞ്ഞ കളറായി. ഇനിയിപ്പോൾ നാളെ ഞാനത് ലൈറ്റിലെടുത്ത് കാണിച്ചു തരാം. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് എന്ത് പൂവാണെന്ന് എനിക്കറിയില്ല. ഫുള്ളായിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ വെള്ള കളറാവും കേട്ടോ. നല്ല സ്മെല്ലായിട്ട് പിന്നെ ഞാൻ വന്ന് നോക്കിയതാണ്.
അപ്പോൾ നോക്കാം. പിന്നെ ഞാൻ എന്ത് തോന്നി എന്തോ കയ്യോടെ വന്നപാടെ ഫുള്ള് ഡ്രസ്സൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ പെയ്യുന്നുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും മഴ പെയ്യുന്ന ധരിച്ചില്ല, ചെറിയ ഇങ്ങനെ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും കുറേ തുണികളുകൊണ്ട് തന്നെ തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചൂട്ടൻ എൻ്റെ ഇതിലും മുന്നുള്ള വീഡിയോസ് ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും, ഞാൻ എപ്പോൾ തുണി വിരിച്ചിടാൻ വന്നാലും അവൻ സഹായിക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ എണീച്ചിട്ടുള്ളൂ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ രാത്രി കുറച്ച് തുണി അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചല്ല, കുറേ അധികം ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടീൻ്റെ തുണി അകത്തിട്ടുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ രാത്രി ഏതോ സമയത്ത് ഉറക്കം തെളിഞ്ഞ് നോക്കുമ്പോൾ, സൗണ്ട് മൈൻഡ് ആക്കണ്ട, ഇപ്പോൾ ഉറക്കം തെളിഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ ഏതോ സമയത്ത് ഉറക്കം തെളിഞ്ഞ് നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. എന്തായാലും എൻ്റെ തുണി മഴ പെയ്തിട്ട് ഇത്രയും തുണി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരുവിധം ആറി. പക്ഷെ നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് താഴെയൊക്കെ ഒഴുകി ഫുള്ള് നല്ല മഴയായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ എന്തായാലും ഈ തുണിയൊക്കെ ഒന്ന് പിഴിഞ്ഞിടും. അങ്ങനെ ഒരുവിധം തുണിയൊക്കെ രാവിലെ തന്നെ ഇരട്ടി പണിയായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ അലക്കിയിട്ടതിനെക്കാട്ടി ഇന്ന് ബുദ്ധിമുട്ടായിരുന്നു ആ തുണി മൊത്തം പിഴിഞ്ഞിടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചൊക്കെ താഴെ വീണിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഒലുമ്പിയൊക്കെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പം മുഖം കഴുകി കഴിയുമ്പോൾ തന്നെയാണ് ഒരു ഫ്രഷ്നെസ് കിട്ടുള്ളൂ. പിന്നെ എന്നും ചെയ്യുന്ന പണി തന്നെ. എനിക്ക് മുഖത്ത് ഒരു മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥത കേട്ടോ, ഒരുമാതിരിയാവും. അപ്പം പിന്നെ അതൊന്ന് രാവിലെ ഇട്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ തുണി കണ്ടിട്ട് ആരും പേടിക്കണ്ട, കാരണം ഞാൻ പിഴിഞ്ഞിട്ട് പുറത്ത് തന്നെയാണ് ഇട്ടത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ചാറിട്ടോ. പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് അകത്തിട്ടു. പക്ഷെ നമുക്ക് അകത്ത് വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഞാൻ എണീച്ച് വന്നപ്പോൾ തന്നെ പിന്നെ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ടോ. അകത്തേക്ക് നോക്കണ്ട, തുണി മൊത്തം എടുത്ത് അകത്തിട്ടു. അപ്പം പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി ഉണങ്ങൂല, വിരിച്ചിടാനും സ്ഥലമില്ല. പിന്നെ എന്തെങ്കിലും സ്റ്റാൻഡ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അതിനും സമ്മതിക്കില്ലല്ലോ കുട്ടി. എന്തെങ്കിലും ചെയ്യണം. കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വിരിച്ചിടണം. അകത്ത് കണ്ണ് കാണാതിരിക്കും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഞാൻ കാണിക്കുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.